സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം 1 വർഷത്തിനകം ജയിൽ മോചിതനാകും. പൊതു അവകാശ നിയമപ്രകാരം 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് റിയാദ് കോടതിയുടെ വിധി. റഹീം 19 വർഷമായി ജയിലിൽ തുടരുകയാണ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായക വിധിയാണ് റിയാദ് കോടതിയിൽ നിന്ന് ഉണ്ടായത്. 13ാം തവണ ഹർജി പരിഗണിച്ച കോടതി പൊതു അവകാശ നിയമപ്രകാരം 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. നിലവിൽ തടവിൽ കഴിഞ്ഞ 19 വർഷത്തെ കാലാവധി ഉൾപ്പെടെയാണ് ഈ വിധി എന്നതിനാൽ റഹീം അടുത്ത വർഷം ജയിൽ മോചിതനാകും. വധശിക്ഷ വിധിച്ചിരുന്ന കേസിൽ ദിയാധനം നൽകി കുടുംബം മാപ്പ് നൽകിയതോടെ 2024 ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കി. എന്നാൽ മോചന ഉത്തരവ് നീളുകയായിരുന്നു. മകനെ കണ്ടാൽ മാത്രമേ ആശ്വാസമാവുകയുള്ളൂ എന്ന് നിറകണ്ണുകളോടെ അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ. എൻ്റെ കുട്ടിയെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എത്ര എന്തെല്ലാം പറഞ്ഞങ്ങളൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്ര മാസം ഇങ്ങനെ ഞാൻ കഴിച്ചിലാക്കി അതിൻ്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കുമ്പോൾ നിർത്തി തരട്ടെ. അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമസാധ്യത ആലോചിക്കുമെന്ന് റഹീം സഹായ സമിതി വ്യക്തമാക്കി. റിയാദ് കമ്മിറ്റിയും ഇവിടുത്തെ നിയമസഹായ സമിതിയും ബന്ധപ്പെട്ട നിയമജ്ഞരുമായി കൂടി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടിയാലോചന. 20 വർഷം എന്നുള്ള തടവ് കഴിഞ്ഞ തടവായി കണക്കാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2006 ഡിസംബർ 24-നായിരുന്നു സൗദി ബാലൻ അനസിന്റെ മരണം. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.